വെൽക്കം വൺസ് അഗെയിൻ. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയം എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ ആവശ്യമായ പോയിൻറ്റ്സ്, അത് റിവ്യൂ ആകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ തീം ആവട്ടെ, എന്ത് ചോദിച്ചാലും എഴുതാൻ ആവശ്യമായ പോയിൻറ്റ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. വളരെ ക്വിക്കായിട്ട് നമുക്ക് ഡെത്ത് ദ ലെവലറിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഈ മെയിൻ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പോയം വായിച്ചിട്ട് എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഡെത്ത് ഈസ് ദ ലെവലർ അങ്ങനെയുള്ള 2-3 സെൻറ്റൻസുകൾ മാത്രമേ നമുക്ക് ഓർമ്മ വരികയുള്ളൂ. അതേസമയം എങ്ങനെയാണ് ഒരു സമ്മറി എഴുതേണ്ടത്, റിവ്യൂ എഴുതേണ്ടതെന്ന് നമ്മൾ പോയിൻ്റ് വൈസ് പഠിച്ചിട്ട് പോയാൽ എക്സാമിന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ. വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ പോയം റിട്ടൺ ബൈ ജെയിംസ് ഷേർലി. ജെയിംസ് ഷേർലി അറിയപ്പെടുന്നത് എന്താ? ദ ലാസ്റ്റ് ഓഫ് ദി എലിസബത്തൻസ് എന്നാണ്. എലിസബത്തൻ കവികളിലെ അവസാനത്തെ കവി. ഹി വാസ് എ പ്രൊലിഫിക് റൈറ്റർ. അപ്പോൾ നമ്മളത് ക്ലബ് ചെയ്യും. ജെയിംസ് ഷേർലി, ദ ലാസ്റ്റ് ഓഫ് ദി എലിസബത്തൻസ്, വാസ് എ പ്രൊലിഫിക് റൈറ്റർ. നല്ല കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. ഡെത്ത് ദ ലെവലർ ഈസ് എ ഫ്യൂണറൽ സോങ് റിട്ടൺ ബൈ ഹിം. അദ്ദേഹം എഴുതിയ ഒരു ചരമഗീതമാണ് ഡെത്ത് ദ ലെവലർ. ഇനി നമ്മൾ ഡെത്തിനെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദ വാനിറ്റി ആൻഡ് ഇംപെർമനൻസ് ഓഫ് എർത്ത്ലി ഗ്ലോറി ആൻഡ് പവർ. എർത്ത്ലി ഗ്ലോറി, പവർ, അധികാരത്തിൻ്റെയും ഭൂമിയിലെ ഗ്ലോറി, നമ്മുടെ അവസ്ഥ, നമ്മളുടെ മഹത്തായ അവസ്ഥയൊക്കെ ഇംപെർമനൻ്റ് ആണ്, നിലനിൽക്കുന്നതല്ല, വെയിനാണ്, അർത്ഥശൂന്യമായതാണ്. സോ ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദ വാനിറ്റി ആൻഡ് ഇംപെർമനൻസ് ഓഫ് earthly glory and power. What happens? The glories of our state and blood are shadows. നമ്മുടെ അവസ്ഥയുടെയും നമ്മളായിരിക്കുന്ന സ്ഥാനത്തിൻ്റെയും നമ്മളുടെ ബ്ലഡ്, നമ്മളുടെ കുടുംബ മഹാത്മ്യമൊക്കെ they are shadows. അപ്പോൾ വെറും നിഴലുകൾ മാത്രമാണ്. Nobody can stand against fate. ആർക്കും വിധിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. Death conquers all. Why? Because death conquers all. Even the most powerful kings. ഏറ്റവും ശക്തനായ രാജാവിനെ പോലും മരണം കീഴടക്കുന്നു. Death is the leveler that makes everybody equal. എല്ലാവരെയും ഈക്വൽ ആക്കുന്ന ഒരു ലെവലറാണ് എന്ത്? ഡെത്ത്. Death levels between the rich and the poor, the high and the low, the king and the common man, the strong and the weak, men and women, എന്തും പറയാം. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. ജെയിംസ് ഷേർലി, ദ ലാസ്റ്റ് ഓഫ് ദി എലിസബത്തൻസ്, വാസ് എ പ്രൊലിഫിക് റൈറ്റർ. ഡെത്ത് ദ ലെവലർ ഈസ് എ ഫ്യൂണറൽ സോങ് റിട്ടൺ ബൈ ഷേർലി. ദ പോയറ്റ് സ്പീക്സ് അബൌട്ട് ദ വാനിറ്റി ആൻഡ് ഇംപെർമനൻസ് ഓഫ് earthly glory and power. The glories of our blood and state are shadows. Nobody can stand against fate. Death conquers all, even the most powerful kings. Death is the leveler that makes everybody equal. Death levels between the rich and the poor, the high and the low, men and women, the strong and the weak, the king and the common man. The people who reap the fields with their swords become weak long after. The people who reap the fields, വയലുകളിൽ കൊയ്ത്ത് നടത്തുന്ന ആളുകൾ, വിത്ത് ദെയർ സോഡ്സ്, അവരുടെ വാൾ ഉപയോഗിച്ച് കൊയ്ത്ത് നടത്തുന്ന ആളുകൾ, യുദ്ധത്തിൽ ശത്രുക്കളുടെ തല അരിഞ്ഞു വീഴ്ത്തുന്ന പോരാളികൾ, ദേ ബിക്കം വീക്ക് ലോങ് ആഫ്റ്റർ. കാലങ്ങൾ കഴിയുമ്പോൾ അവർ വീക്കാവും. ദേ ഓൾസോ സ്റ്റൂപ്പ് ബിഫോർ ഫെയ്റ്റ്. അവരും വിധിക്ക് മുമ്പിൽ കീഴടങ്ങും. ആൻഡ് ദേ ബിക്കം ക്യാപ്റ്റീവ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. അവരും മരണത്തിൻ്റെ കരങ്ങളിലെ ബലിയാടുകളായി മാറും. ദേ ബിക്കം ക്യാപ്റ്റീവ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ കൈകളിൽ അവരും പെട്ടുപോകും, അവരും ക്യാപ്റ്റീവ്സായി മാറും. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹു യു ആർ. നിങ്ങൾ ആരാണ് എന്നതിൽ ഒരു കാര്യവുമില്ല. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹു യു ആർ. യുവർ ലൈഫ് വിൽ എൻഡ് അപ്പ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹു യു ആർ. നിങ്ങൾ ആരാണെന്നുള്ളതിൽ ഒരു കാര്യവുമില്ല. യുവർ ലൈഫ് വിൽ എൻഡ് അപ്പ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡെത്ത്. നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നത് എവിടെയാ? മരണത്തിൻ്റെ കരങ്ങളിലായിരിക്കും. എന്താണ് പോയത്തിൻ്റെ തീം? ഇഫ് യു ലിവ്ഡ് എ ഗുഡ് ലൈഫ്, ഇഫ് യുവർ ആക്ഷൻസ് വെയർ ജസ്റ്റ്, ഇഫ് യു ലിവ്ഡ് എ ഗുഡ് ലൈഫ്, നിങ്ങളുടെ ജീവിതം നല്ലതായിരുന്നുവെങ്കിൽ, ഇഫ് യുവർ ആക്ഷൻസ് വെയർ ജസ്റ്റ്, നിങ്ങളുടെ പ്രവൃത്തികൾ നീതി നിറഞ്ഞതായിരുന്നുവെങ്കിൽ, നന്മ നിറഞ്ഞതായിരുന്നുവെങ്കിൽ,
The goodness of the actions may smell sweet and blossom in your dust. നിങ്ങളുടെ പ്രവർത്തികളുടെ goodness, നന്മ will, what happens to it? May smell sweet. അത് സുഗന്ധപൂരിതമാകും. And blossom in their dust. അത് നിങ്ങളുടെ ശവകുടീരത്തിൽ പുഷ്പിച്ചു വരും. So let's look into this point once again. The people who reap the fields with their swords may become weak long after. They also stoop to fate and they become captives of death. It doesn't matter who you are. It doesn't matter who you are. You become captives in the hands of death. The theme of the poem is, if your actions are just, if you live a good life, the goodness of your actions may smell sweet and blossom in your dust. അപ്പോൾ പോയത്തിൻ്റെ സമ്മറി നമുക്ക് ഇത്രയും ഉള്ളൂ. ഇനി നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ എഴുതിയാണ് അത് കുറച്ചുകൂടി വലുതാക്കുന്നത്. Now let's look into the figures of speech in the poem Death the Leveler. ഏതൊക്കെയാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്? Death uses his icy hands എന്ന് പറയുന്നിടത്ത് death is being personified. His icy hand, ജീവനില്ലാത്ത ഒരു കോൺസെപ്റ്റാണ് ഡെത്ത്. അതിന് ഐസി ഹാൻഡ്, അവൻ്റെ കൈകൾ എന്ന് പറയുന്നിടത്ത് അവന് ഡെത്തിന് ജീവൻ കൊടുക്കുന്നു. നമ്മൾ ഡെത്തിനെ ഒരു വ്യക്തിയായി കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് അവിടെയുള്ള ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷനാണ്. പിന്നെ കിങ് എന്നുള്ളതിന് കിങ് എന്ന് പറയാതെ സെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ എന്ന് പറയും. ആക്ച്വലി ദ കിങ് മസ്റ്റ് ടംബിൾ ഡൗൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു വസ്തുവിനെ, ആളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് മീറ്റോണിമി എന്നാണ്. അതേപോലെ സ്കൈത്ത് ആൻഡ് സ്പെയ്ഡ് എന്നുള്ള വേർഡ് പുവർ എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതും ഒരു മീറ്റോണിമിയാണ്. പിന്നെ ഇപ്പോഴത്തുള്ള ഒരു മേജർ ഫിഗർ ഓഫ് സ്പീച്ചാണ് വിക്ടർ വിക്ടിം എന്നുള്ള ഓക്സിമെറോൺ. വിക്ടർ എന്ന് വെച്ചാൽ വിജയിച്ച, വിക്ടിം എന്ന് വെച്ചാൽ ബലിയാട്. ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ്സ് ആണ്. എങ്ങനെയാണ് വിജയിച്ച ഒരാളിന് ബലിയാടാകാൻ പറ്റുക? അതാണ് വിക്ടർ വിക്ടിം എന്നുള്ളത് ഓക്സിമെറോൺ ആണ്. അതേപോലെ പോയത്തിന് റൈം സ്കീം ഉണ്ട്. നമ്മുടെ പോയത്തിൻ്റെ റൈം സ്കീം എ ബി എന്നതാണ്. പിന്നെ പോയത്തിൽ ധാരാളം കപ്ലെറ്റ്സ് ഉണ്ട്. എക്സാമ്പിൾസ് നോക്കുക. സ്ട്രോങ് നെർവ്സ്, 2 വേർഡ്സ് ചേർന്ന് വരുന്നത്. സ്ട്രോങ് നെർവ്സ്, മർമറിംഗ് ബ്രെത്ത്, പെയിൽ ക്യാപ്റ്റീവ്സ്, മൈറ്റി ഡീഡ്, ഇങ്ങനെയുള്ള കപ്ലെറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പോയത്തിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. നമുക്കൊന്നുകൂടെ നോക്കാം. ദ പോയറ്റ് പേഴ്സോണിഫൈസ് ഡെത്ത്. കവി ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്യുക. ഇറ്റ് ഈസ് എവിഡൻറ്റ്, അത് വളരെ ക്ലിയർ ആണ്. വെൻ ഹി സെയ്സ്, കവി പറയുകയാണ്, ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. ഡെത്ത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഐസി ഹാൻഡ്സ് ഉപയോഗിച്ച് ആരെയും വശത്താക്കുന്നു, ആരെയും കൈക്കലാക്കുന്നു? മരണത്തെയും കൈക്കലാക്കുന്നു. ലുക്ക് അറ്റ് ദിസ്. ദ പോയറ്റ് പേഴ്സോണിഫൈസ് ഡെത്ത്. കവി ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് എവിഡൻറ്റ്, ഇറ്റ് ഈസ് ക്ലിയർ വെൻ ഹി സെയ്സ് ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. ഡെത്ത് അവൻ്റെ ഐസി ഹാൻഡ് രാജാക്കന്മാരെ കരവലയത്തിലാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നിടത്ത് പേഴ്സോണിഫിക്കേഷൻ. നമ്മൾ പോയത്തിലെ ലൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ യൂസ് ചെയ്യണം. അതാണ് ഇൻവേർട്ടഡ് കോമാസിനുള്ളിൽ എഴുതിയിരിക്കുന്നത്. The poet makes use of the figure of speech metonymy by using the expression scepter and crown for the king, and scythe and spade for the common man. So 2 metonymies. Scepter and crown stands for the king. Scythe and spade stands for the poor man, the common man. The poet uses the oxymoron, oxymoron, the oxymoron victor victim to refer to the person awaiting death. മരണത്തെ കാത്തിരിക്കുന്ന വ്യക്തിയെ റെഫർ ചെയ്യാനായിട്ടാണ് വിക്ടർ വിക്ടിം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. Then the poem follows the rhyme scheme AB. The poem contains couplets like strong nerves, murmuring breath, pale captives, mighty deeds. Even victor victim is a couplet. ഇതാണ് പോയത്തിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഇത് ഒരു പ്രാവശ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. Okay, let's move on to the conclusion of our answer. The poet makes the reader think of the futility and vanity of human action. Human action, മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ ഫ്യൂട്ടിലിറ്റി, വാനിറ്റി. ഫ്യൂട്ടിലിറ്റി എന്ന് വെച്ചാലും വാനിറ്റി എന്ന് വെച്ചാലും അർത്ഥശൂന്യത, അർത്ഥമില്ലായ്മ. അതിനെപ്പറ്റി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. The poet makes the reader think of the futility and the vanity of human action.
Death makes no distinction. Death knows no distinction. Deathinu വേർതിരിവില്ല. It carries away all alike. It carries away all alike. എല്ലാവരെയും ഒരുപോലെയാണ് മരണം കൊണ്ടുപോവുക. കൊണ്ടുപോകും എന്നേ ഉള്ളൂ. എല്ലാവരും ഒരുപോലെയാണ്. The high and the low. ഉയർന്നവരെ താഴ്ന്നവരെ. The rich and the poor. പണക്കാരനെ പാവപ്പെട്ടവനെ. The strong and the weak. ശക്തനെ ദുർബലനെ. The king and the common man. രാജാവിനെ സാധാരണക്കാരനെ. Man and woman. പുരുഷനെ സ്ത്രീയെ. Death carries away all alike. Conclusion ഒന്നുകൂടെ നോക്കാം. The poet makes the reader think of the futility and vanity of human action. Death knows no distinction. It carries away all alike. The rich and the poor, the high and the low, the king and the common man, the strong and the weak, man and woman. So that's all about the poem. ഈ പോയത്തിൻ്റെ സമ്മറി അപ്രീസിയേഷൻ എഴുതാൻ ചോദിച്ചാൽ അല്ലെ കമ്പാരിസൺ എഴുതാൻ ചോദിച്ചാൽ ഈ മെയിൻ പോയിൻറ്റ്സ് എഴുതണമെങ്കിൽ ഈ ഒരു സമ്മറി വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. നിർബന്ധമായിട്ടും കേൾക്കുക. വളരെ ഷോർട്ടായിട്ട് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് സമയം ഇതിനു വേണ്ടി കളയേണ്ട കാര്യമില്ല. സോ ഓൾ ദ ബെസ്റ്റ് വിഷസ്.